നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ശക്തമായ മഴയ്ക്കൊപ്പം ഉണ്ടായ കാറ്റിൽ മരം വീണ് കടകൾ തകർന്നു. മാള പൊയ്യ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പൊയ്യ ജംഗ്ഷനിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മരം വീണതിനെ തുടർന്ന് 2 കടകൾ തകർന്നു. പറവൂരിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി സബ് ആർടി ഓഫീസും നഗരസഭയും ചേർന്ന് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KSRTC റൂട്ടുകൾ അല്ലാത്തയിടങ്ങളിൽ സ്വകാര്യ സർവീസുകൾ അനുവദിക്കാൻ മന്ത്രി KV ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. പാലം നിർമ്മാണത്തിന് വേണ്ടിയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചതെന്നും എന്നാൽ ഇതിന്റെ പഴി ബോട്ട് സർവീസിനുമേൽ കെട്ടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ബോട്ട് നടത്തിപ്പുകാരൻ ആരോപിച്ചു. കൊടുങ്ങല്ലൂരിൽ 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിന്റെ തുടർച്ചയായി വീടിന് നേരെ ആക്രമണം. ചന്തപുരയിൽ പാർക്ക് റെസിഡൻസിക്ക് മുൻപിൽ ബുധനാഴ്ച രാത്രിയിലാണ് സംഘട്ടനമുണ്ടായത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ശക്തമായ കാറ്റിലും മഴയിലും കൊടുങ്ങല്ലൂരിൽ മരങ്ങൾ വീണ് അപകടം. പടിഞ്ഞാറ നടയിൽ PWC റെസ്റ്റ് ഹൗസ് വളപ്പിലെ മാവ് ഒടിഞ്ഞു വീണ് നിരവധി ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. സമീപത്തുള്ള ലോട്ടറി കടയ്ക്കും നാശനഷ്ടമുണ്ടായി. മാള ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. മാള ആനപ്പാറ നെഹ്റു സ്മാരക LP സ്കൂളിന്റെയും കൈരളി ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇലയറിവ് ക്ലാസും പ്രദർശനവും സംഘടിപ്പിച്ചു. ഭൂമിമുദ്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VS രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്വേഷമില്ലാത്ത ജനതയുണ്ടെങ്കിലേ നവഭാരത സൃഷ്ടി സാധ്യമാകുകയുള്ളൂ എന്ന് പ്രമുഖ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും മഹാത്മാഗാന്ധിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധി പ്രസ്താവിച്ചു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഡെസ്നിയൽ ആഘോഷങ്ങളുടെ ഭാഗമായി മാസം തോറും നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീമും റെഡ് റിബൺ ക്ലബ്ബും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ വർഗീസ് ജോർജ്, മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ അംബിക ദേവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.